ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫോബിയ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളൊരു നല്ല മെഡിക്കൽ കോളേജ് തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പം നീറ്റിന് നമുക്ക് നല്ല റാങ്ക് ഉണ്ടെങ്കിലും നമ്മളൊരു മോശം തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ പലപ്പോഴും നമ്മുടെ ഇത്രയും നമ്മൾ നീറ്റിനൊക്കെ ഇട്ട എഫേർട്ട് കൊണ്ട് നമുക്കൊരു ഗുണമില്ലാത്ത ഒരു സിറ്റുവേഷനിലോട്ടൊക്കെ പോകാം. അപ്പം നമ്മളിവിടെ വളരെ ശ്രദ്ധിച്ചു വേണം ഒരു കോളേജ് തിരഞ്ഞെടുക്കേണ്ടത്. കാരണം ഒരു കോളേജിലാണ് നിങ്ങളുടെ അടുത്ത 5-6 വർഷം നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കോളേജ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു ചെറിയ ഡിസിഷൻ അല്ല. അപ്പോൾ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ടുള്ള കാര്യം, നിങ്ങളൊരു മെഡിക്കോനോട് സംസാരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പാരൻസ് ആണെങ്കിലും അതേപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ഇവരൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. പല മെഡിക്കൽ കോളേജിൽ ഇവർ പോകുന്നുണ്ട്. പല ആളുകൾ അവിടെ പഠിക്കുന്നതൊക്കെ ഇവർക്ക് അറിയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു രോഗി പോകുന്ന ആസ്പെക്റ്റിലല്ലല്ലോ നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അവരുടെ ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് പോകുന്നതാണ്. നിങ്ങൾ അവിടെ കുറച്ചുകൂടി പഠിക്കാൻ വേണ്ടി പോകുന്നവരായതുകൊണ്ട് ഒരു ആസ്പെക്റ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പഠിച്ച ഒരാളോട് ചോദിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് അത് കിട്ടാൻ ഒരു പണിയുമില്ല. കാരണം ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. അപ്പോൾ യൂട്യൂബിൽ മിക്കവാറും എല്ലാ കോളേജിൽ നിന്നും ഒരു ഇൻഫ്ലുവൻസർ കാണും, ഇൻസ്റ്റഗ്രാമിൽ ഒരു ഇൻഫ്ലുവൻസർ കാണും. അപ്പോൾ നമുക്ക് അവരുടെ വീഡിയോസ് കണ്ടാൽ കോളേജിൻ്റെ വിഷ്വൽസ് കിട്ടും, കോളേജിൻ്റെ ഒരു ഓവറോൾ വൈബൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അവരൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മിക്കവാറും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും, കോളേജ് എങ്ങനെയാണെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അതേപോലെ ഫോബിയയുടെ ഹെൽപ്പ് ഡെസ്കിൽ എല്ലാ കൊല്ലവും ഫോബിയ ഹെൽപ്പ് ഡെസ്ക് നടത്താറുണ്ട്. അതിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ അത് ഈ പല കോളേജിലും കുട്ടികളുണ്ട്. അപ്പോൾ അവരോടൊക്കെ നിങ്ങൾക്കൊരു ആക്സസ് കിട്ടാൻ പണ്ടത്തെ പോലെ അത്ര ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇറ്റ്സ് മോർ ഈസി. അതേപോലെ റെഡിറ്റിലാണെങ്കിലും കുറയിലാണെങ്കിലും ഒക്കെ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു റിവ്യൂസൊക്കെ അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് എല്ലാ മെഡിക്കൽ കോളേജിൻ്റെയും വ്ളോഗ് യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഒരു മെഡിക്കോനോട് ചോദിക്കുക എന്നുള്ളത് എത്രയോ എളുപ്പമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുക, അവരെ റീച്ച് ഔട്ട് ചെയ്യുക, അവരോട് കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അടുത്തൊന്ന് അക്കാഡമിക്സ് ആണ്. നമുക്കറിയാം ഇവിടെ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MBBS ടഫല്ല, MBBS വാസ്റ്റ് ആണെന്ന് നമ്മൾ പറയുക. കാരണം ടഫാവുന്നത് റോക്കറ്റ് സയൻസും വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ ഒരുപാട് നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ടാണ് ഇത് ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ക്ലാസ് എടുത്ത് തരുന്ന, അക്കാഡമിക്സിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കോളേജ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. 90% നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ഓവറോൾ ഫാക്കൽറ്റി വൈബാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. അങ്ങനെ ടോക്സിക് അല്ലാത്ത, ബുദ്ധിമുട്ടിക്കാത്ത, നമ്മളെ കുറച്ചെങ്കിലുമൊക്കെ നോക്കുന്നത്. ഇപ്പോൾ ടോക്സിക് ഇൻ ദ സെൻസ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്, നമ്മളെ തീരെ മൈൻഡ് ആക്കാത്തതുണ്ട്. അപ്പോൾ രണ്ടും വേണ്ട, ഒരു മിഡിലുള്ള. അപ്പോൾ എനിക്കൊന്ന് ഫസ്റ്റ് ഇയറിലൊക്കെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലാസ് റൂമിൽ സ്പെൻഡ് ചെയ്യുക. അതിനുശേഷം പിന്നെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് വാർഡിലൊക്കെ പോയിട്ടായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഓരോ തിയറി സബ്ജക്റ്റിനൊക്കെ എത്രമാത്രം ഫാക്കൽറ്റി ഉണ്ട്, അല്ലെങ്കിൽ ക്ലിനിക്കൽ സബ്ജക്റ്റിന് ഫാക്കൽറ്റീസ് എങ്ങനെയാണ്, ക്ലാസ്സസ് എടുക്കുന്നുണ്ടോ, പ്രോപ്പർ ആണോ, അറ്റൻഡൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ഒരു മെഡിക്കലിനോട് ചോദിച്ചാലേ നമുക്ക് മനസ്സിലാവും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറയട്ടെ, നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള പഴയ മെഡിക്കൽ കോളേജുകളൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ പലപ്പോഴും മോശമായിരിക്കും. ഇപ്പം ഞാൻ പഠിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജിലായിരുന്നു. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് കോഴിക്കോടുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. അവിടെയൊക്കെ ഹോസ്റ്റൽ ബിൽഡിങ്സ് പലപ്പോഴും പഴയതാണ്. അതുകൊണ്ട് തന്നെ അത്ര ഭംഗിയുള്ളതായിരിക്കണമെന്നില്ല. ഇപ്പം മഞ്ചേരി തന്നെ ഞങ്ങൾ നിൽക്കുന്ന ഹോസ്റ്റൽ ബിൽഡിംഗ് പുതിയതായതുകൊണ്ട് തന്നെ അവിടെ പുതിയ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഓവറോൾ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു ഭംഗിയൊക്കെ നല്ലതായിരുന്നു. റൂം അത്യാവശ്യം വൃത്തി ഉണ്ടാകും, ബാത്റൂം വൃത്തി ഉണ്ടാകും, ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനായതൊന്നും ആയിരിക്കില്ല. അത് ആക്ച്വലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. പഴയ മെഡിക്കൽ കോളേജുകളുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ അത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കില്ല. പുതിയ മെഡിക്കൽ കോളേജ് ഇൻഫ്രാസ്ട്രക്ചർ പലപ്പോഴും നല്ലതായിരിക്കും. പക്ഷേ അതൊരു വലിയ ഫാക്ടറല്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് വെച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്ഷൻസിലാണല്ലോ നിങ്ങളിതൊക്കെ തീരുമാനിക്കേണ്ടി വരിക. മറ്റൊന്ന് പേഷ്യൻ്റ് ഫ്ലോ ആണ്. പലപ്പോഴും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ് ഈ ഒരു പ്രശ്നം വരാറുള്ളത്. പക്ഷേ കേരളത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ അത്ര പ്രശ്നം നിങ്ങൾ കാണില്ല. കാരണം എല്ലാ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലും മോശമില്ലാത്ത പേഷ്യൻ്റ് ഫ്ലോ ഉണ്ട്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോൾ എല്ലാത്തിലും പേഷ്യൻ്റ് ഫ്ലോ ഉള്ള കോളേജുകൾ തന്നെയാണ്. പിന്നെ വയനാട് തുടങ്ങിയത്, അതുപോലെ കാസർഗോഡ്, കോന്നി, പത്തനംതിട്ട ഇവിടെയൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കോളേജുകൾ നമ്മളെന്തായാലും ആ സമയത്ത് നമ്മുടെ റാങ്കിൽ നമുക്ക് അതൊക്കെ കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ അത്ര ഓപ്ഷൻസ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് നോക്കിയിട്ടൊരു ഡിസിഷൻ എടുത്താൽ മതിയാവും. ബേസിക്കലി പേഷ്യൻ്റ് ഫ്ലോ ആണ്. പേഷ്യൻസ് ആണ് നമ്മുടെ ടീച്ചേഴ്സ്. അവരാണ് നമ്മളെല്ലാം പഠിപ്പിച്ച് തരുന്നത്. അതുകൊണ്ട് പേഷ്യൻസ് ഇല്ലാണ്ട് നമുക്കൊന്നും പറ്റില്ല. സോ അതുകൊണ്ട് പേഷ്യൻ്റ് ഫ്ലോ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ, നമ്മൾ അറിയേണ്ട കാര്യമാണ്. മറ്റൊന്ന് കോളേജ് ലൈഫാണ്. ഇത് ഒബ്വിയസ്ലി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലായിരിക്കാം കുറച്ച് കൂടുതലെന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം അത്ര റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ് പല ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും. സ്വാഭാവികമായിട്ട് സ്റ്റുഡൻസ് യൂണിയൻ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, പൊളിറ്റിക്കൽ പാർട്ടീസ് ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ
കാലത്തും മിക്കവാറും പ്രോഗ്രാംസുകൾ ഉണ്ടാകും. കോളേജ് ഫെസ്റ്റ്, ആർട്സ്, സയൻസ്, പല ഇമ്പോർട്ടൻറ്റ് ഡേയ്സിന് ഫെസ്റ്റുകളൊക്കെ. ഇത് പലപ്പോഴും യൂണിയൻ ഫണ്ട് നമ്മൾ കൊടുക്കണം. യൂണിയൻ്റെ ഭാഗമായിട്ട് പ്രോഗ്രാംസ് ഉണ്ടാകും, കോളേജിലെ പ്രോഗ്രാംസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ മിക്കവാറും എല്ലാ ഇൻസ്റ്റാഗ്രാം റീലിലും ഒക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, മഞ്ചേരി, തിരുവനന്തപുരം, കോട്ടയത്തേക്കുള്ള പല പ്രോഗ്രാംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇൻ്റർ മെഡിക്കോസിന് പോകുന്നത്, KUHSൻ്റെ സൗത്ത് സോണ്, ഇൻ്റർ സോണ് നടക്കുന്നത്, ഇങ്ങനെ എന്താ പറയുക, ഒരു നമ്മൾ ഇപ്പോഴത്തെ പഠിക്കാൻ മാത്രമല്ലല്ലോ, എൻജോയ് ചെയ്യുക, ആ ഒരു സംഭവം കൂടി നമ്മൾ നോക്കണം. അത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ തീരെ ഇല്ല എന്നല്ല കേട്ടോ. ഇപ്പോൾ ഒരുപാട് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ യൂണിയൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്, സ്റ്റുഡൻസിൻ്റെ പേരിൽ യൂണിയൻസ് സ്റ്റാർട്ട് ചെയ്ത് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പല പ്രോഗ്രാംസ് അവർ ലൈക്ക് വരുന്ന പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട്. സിറ്റുവേഷൻ ഒരുപാട് മാറിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ആക്ഷേപിക്കാനൊന്നും പറ്റില്ല. പ്രൈവറ്റിലൊന്നുമില്ല, അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഓബ്വിയസ്ലി പ്രൈവറ്റ്ലി ഫീസിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ്. അത് അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് കുഴപ്പമൊന്നുമില്ല. അപ്പം കോളേജ് ലൈഫ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ എയിംസിലോ ജിപ്മറിലോ ഒക്കെ പോവുകയാണെങ്കിൽ പലപ്പോഴും നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത അത്ര വലിയ യൂണിയൻ ഫണ്ടൊക്കെയാണ് അവിടെ ചിലവാകുന്നത്. ഇപ്പം എൻ്റെ ഓർമ്മയിൽ മഞ്ചേരിയൊക്കെ എനിക്ക് തോന്നുന്നു 5000 എന്തായിരുന്നു യൂണിയൻ ഫണ്ട് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങുന്നത്. അപ്പം നമുക്കറിയാം 100 പിള്ളേർ വരുമ്പോൾ നമുക്കൊരു 5 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും യൂണിയൻ ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റുക. എന്നാൽ നേരെ മറിച്ച് 50 ലക്ഷം, 1 കോടിയൊക്കെ യൂണിയൻ ഫണ്ടുള്ള പല മെഡിക്കൽ കോളേജുണ്ട്. എയിംസുകൾ, ജിപ്മറിലൊക്കെ പല പരിപാടികൾക്ക് ഒഴുകുന്നത് കോടികളാണ്. അപ്പോൾ ആ ഒരു റേഞ്ച് അവിടെ ഉണ്ടാവും. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പരിപാടിയുടെ റേഞ്ച് അത്യാവശ്യം മുകളിൽ നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? വലിയ രൂപത്തിലുള്ള ഫണ്ട് ചിലവാക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്പോൺസർഷിപ്പ് പിടിക്കുന്നതാണേലും കോളേജ് ഫണ്ട്, പ്രിൻസിപ്പൽ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ കോളേജ് ലൈഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഓവറോൾ വൈബും പ്രോഗ്രാംസൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നമുക്ക് ലൈക്ക് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ആ തീരുമാനിക്കാൻ. കാരണം നിങ്ങൾ ഏൺ ചെയ്ത റാങ്കാണ്. അപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് ടൈപ്പാണ് വേണ്ടത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എല്ലാം നിങ്ങളുടെ പ്രയോറിറ്റി ആണ് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റാളുകളുടെ തീരുമാനമല്ല, നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്, കോളേജ് ലൈഫ് എന്ത് വേണം, എത്ര ലെവൽ വേണം, എത്രമാത്രം വൈബായിരിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം ഇപ്പം അതിനുള്ള സമയമാണ്, നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ബോണ്ട്. കേരളത്തിൽ നമുക്ക് 1 ഇയർ ഔട്ട്സൈഡൻസി അല്ലാതെ വേറെ പ്രത്യേകിച്ച് ബോണ്ടൊന്നുമില്ല. പിന്നെ കോളേജിൽ നിന്ന് കോഴ്സ് നിങ്ങൾ നിർത്തി പോരുവാണെങ്കിൽ 10 ലക്ഷം, 1 ലക്ഷം, 30 ലക്ഷം എന്നൊരു ബോണ്ടൊക്കെ ഉണ്ട്. അതല്ലാതെ മറ്റ് ചില സംസ്ഥാനങ്ങളൊക്കെ ബോണ്ട് പറയാം. എനിക്കൊന്നും ഇപ്പോൾ തമിഴ്നാട്ടിലും കർണാടക ചില സ്ഥലത്തൊക്കെ പറയാറുണ്ട്. അത് ഇതുവരെ അങ്ങനെ റീഇൻഫോഴ്സ് ചെയ്തിട്ടില്ല. അതായത് ബോണ്ട് ഉണ്ടെങ്കിൽ തന്നെ അത് സ്ട്രിക്റ്റാക്കി നടത്താറില്ല എന്നാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. എന്നാൽ പോലും റിട്ടേൺ ആയിട്ട് നിങ്ങൾ എഴുതി കൊടുക്കുന്നതായതുകൊണ്ട് നാളെ ഏതെങ്കിലും കൊല്ലം അവർ നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ പോകേണ്ടി വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ നമ്മുടെ MCCയുടെ വെബ്സൈറ്റിൽ ബോണ്ട് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഓരോ കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ആ കോളേജിൽ ബോണ്ട് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. പല സംസ്ഥാനങ്ങളും ബോണ്ടുണ്ട്. ചിലപ്പോൾ 1 ഇയർ സെർവ് ചെയ്യണം എന്നൊക്കെ പറയും. ഇപ്പോൾ ഔട്ട്സർജൻസി കഴിഞ്ഞിട്ടും കൂടി സെർവ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല. കാരണം അതൊരു വലിയ നഷ്ടമാണ്, വലിയ ചതിയാണ്. കാരണം നിങ്ങൾ 5-5.5 വർഷം MBBS കഴിഞ്ഞ് നിങ്ങൾ പാസ്സായി, അപ്പോഴേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സും ബാച്ച്മേറ്റ്സും ഒക്കെ നീറ്റ് PG എഴുതി അവരടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ 1 to 2 ഇയേഴ്സ് ബാക്കിൽ നിൽക്കുവാണ്. കാലം മുന്നോട്ട് പോവുകയാണ്, കോമ്പറ്റീഷൻ കൂടുകയാണ്, ഡോക്ടേഴ്സ് കൂടുതൽ ഉണ്ടായി വരികയാണ്. അപ്പം നമ്മൾ ഓരോ ഇയറും വേസ്റ്റ് ചെയ്യുന്നത് റിസ്ക് ആണ്. അപ്പം നിങ്ങൾ വെറുതെ 2 വർഷം അവിടെ സർവീസ് ബോണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി കിട്ടുമായിരിക്കും, MBBS കഴിഞ്ഞ ഇവിടെ നിങ്ങൾക്കൊരു ശമ്പളം കിട്ടുമായിരിക്കും. പക്ഷേ ഓവറോൾ നിങ്ങളുടെ കരിയർ ഗ്രോത്ത് സ്ലോ ആവുന്ന ഒരു സംഭവമാണ്. അപ്പം കഴിയുന്നതും ബോണ്ട് ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഔട്ട് ഓഫ് സ്റ്റേറ്റ് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന തീരുമാനമാണ്. ഇപ്പം ആൺകുട്ടികൾക്ക് മാത്രമേ പറ്റൂ, പെൺകുട്ടികൾക്ക് പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. ധൈര്യമായിട്ട് പോകാം. ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്ക് പേഴ്സണലി അറിയാം ഇങ്ങനെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയിട്ടുള്ളത്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന, മേഘാലയ, അത് അങ്ങോട്ടൊക്കെ, മണിപ്പൂരൊക്കെ ഒരു ഇംഫാലിലെ കോളേജ്, ഇങ്ങനെ പല സ്ഥലത്ത് പോയ ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഞാൻ കണ്ട മാറ്റം, അവർ കുറച്ചുകൂടി ബോൾഡായി, അവരൊരുപാട് ലാംഗ്വേജസ് പഠിച്ചു. ഇപ്പോൾ ഹിന്ദി അവർ കംഫർട്ടബിളായി സംസാരിക്കും, തമിഴ് അവർ സംസാരിക്കും, ചിലർ കന്നഡ സംസാരിക്കും, തെലുങ്കിലൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈവൻ എനിക്കൊരു സാറുണ്ടായിരുന്നു, സാറും മണിപ്പൂരിൽ നിന്നാണ് ഇത് കഴിയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ സാർ ആ മണിപ്പൂരി ഭാഷയും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് സംസാരിക്കും. ഒരിക്കൽ കാഷ്വാലിറ്റിയിൽ ഒരു പേഷ്യൻ്റ് വന്നപ്പോൾ സാറ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. വേറെ ആർക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പം ഭാഷ അറിയുക, കൾച്ചറുകൾ അറിയുക എന്നുള്ളത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു കാര്യമാണ്. അപ്പോൾ അത് എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു റിസ്ക് എടുക്കൽ എലമെൻ്റ് അല്ലേ. അത് ഇഷ്ടമുണ്ടെങ്കിൽ അതിന് ഇറങ്ങുന്നതിലൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും 15% ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 15% സീറ്റിൽ നിങ്ങൾക്ക് അർഹതയുണ്ട്, നിങ്ങൾക്ക് റാങ്ക് ഉണ്ടെങ്കിൽ. നമുക്ക് ഒരുപാട് മെഡിക്കൽ കോളേജില്ലേ, ബാംഗ്ലൂരുണ്ട്, മുംബൈയിലൊക്കെ എത്ര ഭംഗിയുള്ള മെഡിക്കൽ കോളേജുകളുണ്ട്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക ഏത് സംസ്ഥാനത്താണ് നിങ്ങൾക്ക് പോകേണ്ടത്. ഇപ്പോൾ ഡൽഹിയിലൊക്കെ എസ്റ്റാബ്ലിഷ് ആവാൻ താല്പര്യമുണ്ടെങ്കിൽ ലൈക്ക് യു ഡിസൈഡ്.
ഇത് നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ. എയിംസ് ഡൽഹി, ജിപ്മർ ഉണ്ട്, പോണ്ടിച്ചേരിയിലെ ജീവിതം, അതേപോലെ എയിംസ് തന്നെ പല സ്ഥലത്തില്ലേ നമുക്ക്, അവിടെയൊക്കെ പോകണോ, ആ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണോ? കാരണം ഇപ്പോൾ എയിംസ് എപ്പോഴും പെരിഫറിയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. എയിംസ് ഡൽഹി മാത്രമാണ് ടൗണിൻ്റെ നടുവിലുള്ളത്, ബാക്കി പലതും പെരിഫറിയിലാണ്, അങ്ങ് ദൂരെയാണ്. എയിംസ് ഡൽഹി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്കറിയാൻ പറ്റുമായിരിക്കും, പല വീഡിയോസും കാണാം. സ്വന്തമായിട്ട് ഫ്രിഡ്ജും എ സിയും ഒക്കെ വെക്കാൻ പറ്റുന്ന ഹോസ്റ്റല്, സ്വിമ്മിംഗ് പൂള്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പം ലൈഫിൽ ഇതൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം, നിങ്ങളുടെ തീരുമാനമാണ്. അപ്പം അത് നിങ്ങൾ നോക്കിയിട്ട് തീരുമാനിക്കുക എന്നുള്ള കാര്യമാണ്. മറ്റൊന്ന് ഗവൺമെൻറ് വേഴ്സസ് പ്രൈവറ്റ് ആണ്. ഇത് എല്ലാ കുട്ടികൾക്കുള്ള ഒരു കൺഫ്യൂഷൻ. ആക്ച്വലി ഒറ്റയ്ക്കൊരു വീഡിയോ ഒക്കെ ചെയ്യാൻ മാത്രമുള്ള ടോപ്പിക് ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഫീസ് മാത്രമാണ് മേജർ ആയിട്ടുള്ളൊരു പ്രശ്നം അവിടെ. നിങ്ങൾക്ക് ഗവൺമെൻറ് ഇടുന്ന റാങ്ക് ആണെങ്കിൽ ഓബ്വിയസ്ലി നിങ്ങൾ ഗവൺമെൻറ് എടുക്കണം. അത് കിട്ടുന്നില്ല എന്നാണെങ്കിൽ പ്രൈവറ്റിൽ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരില്ല, അപ്പാർട്ട് ഫ്രം ഫൈനാൻഷ്യലി. കാരണം വലിയ ഫീസ് കൊടുക്കണം. കേരളത്തിലൊക്കെ പലപ്പോഴും 12 ലക്ഷത്തിനടുത്തേക്ക് ഒരു വർഷം നിങ്ങൾക്ക് ചിലവാകും നിങ്ങൾ ഫീസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ. കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ ഫീസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് പഠിക്കും, ഇതൊക്കെ നിങ്ങൾ എങ്ങനെ തിരിച്ചുണ്ടാക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. കാരണം അത്രമാത്രം പൈസ കിട്ടുന്നൊരു ഫീൽഡൊന്നും അല്ല ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കിട്ടുമായിരിക്കും, നിങ്ങൾ MBBS ഒക്കെ കഴിഞ്ഞ് ഒരു 10, 20, 30 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് അത്രയും വലിയ എമൗണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും ലോൺ എടുത്തിട്ട് നിങ്ങളൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് പഠിക്കരുത് എന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, പേരൻസിൻ്റെ കയ്യിൽ ഈസിലി അഫോർഡബിൾ ആണെങ്കിൽ യു ഗോ ഫോർ ദാറ്റ്. നിങ്ങൾ നിങ്ങളുടെ വർഷമൊന്നും കളയേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് നിങ്ങളുടെ കയ്യിൽ ആ പൈസ ഇല്ല, ലോൺ അടിക്കേണ്ടി വരും, നിങ്ങളുടെ വീടും ആധാരമൊക്കെ പണയം വെക്കേണ്ടി വരും എന്നാണെങ്കിൽ ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. അങ്ങനെ ഒരു കോഴ്സ് അല്ല ഇത്. അത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റിയ കോഴ്സ് അല്ല. അത്രയും സ്ട്രെസ്സ് വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഓൾറെഡി നമുക്ക് സ്ട്രെസ് ഉണ്ടാവും അക്കാഡമിക്കൽ. അതിൻ്റെ കൂടെ ഈ എത്രയും പൈസ കൊടുത്തിട്ടാണല്ലോ പഠിക്കുന്നത്, ഈ ലോൺ ഉണ്ടല്ലോ എന്നും കൂടി ചിന്തിച്ച് കഴിഞ്ഞാൽ മക്കളെ ജീവിതം കോഞ്ഞാട്ടി ആയിപ്പോവും. അതിന് നിൽക്കരുത്. സോ ബേസിക്കലി ഇറ്റ്സ് ഓൾ അപ് ടു യുവർ റാങ്ക്. എയിംസ് ഡൽഹി എല്ലാവർക്കും സ്വപ്നം കാണാം, പക്ഷേ റാങ്ക് 1,30,000 ആണെങ്കിൽ എയിംസ് ഡൽഹി കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ റാങ്ക് ഇപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങളുടെ റാങ്ക് വരുമല്ലോ, ആ സമയത്ത് നിങ്ങൾ തീരുമാനിക്കുക എന്താണ് എൻ്റെ റാങ്ക്, ഇതിന് എനിക്ക് എന്തൊക്കെ കിട്ടും, അതിൽ ഞാൻ എന്ത് പ്രയോറിറ്റൈസ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങൾക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു എക്സ്പീരിയൻസ് നിങ്ങളുടെ അക്കാഡമിക്കലി ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പം ആസ് ഓൾവേസ് നമ്മുടെ നീറ്റ് ഹെൽപ്പ് ഡെസ്ക് എല്ലാ കൊല്ലവും നമ്മൾ ചെയ്യുന്നതാണ്. ഇക്കൊല്ലവും ഉണ്ട്, ലിങ്ക് താഴെ കമൻറ്റിലുണ്ടാവും, ജോയിൻ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുക. പല മെഡിക്കൽ കോളേജിലെയും കുട്ടികൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ടാവും, അവർ പറഞ്ഞു തരും. സോ ബേസിക്കലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലൈഫ് ഈസ് ഓൾ അബൌട്ട് എന്താ പറയുക, നിങ്ങളതിനെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നനുസരിച്ചിരിക്കും നിങ്ങളുടെ ലൈഫ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയം, ഈ ഒരു മൊമെൻറ്റ്, നീറ്റിൻ്റെ മൊമെൻറ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, നല്ലൊരു തീരുമാനം എടുക്കുക, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ എല്ലാ തീരുമാനവും പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങളതിനെ തീരുമാനം എടുക്കുക, അത് നിങ്ങൾ ഓൺ ചെയ്യാത്ത തീരുമാനം. ഞാൻ എടുത്ത തീരുമാനമാണ്. കാരണം ഇപ്പോൾ ഡിസ്റ്റൻസ് ഒക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന ഡിസ്റ്റൻസ് അല്ല. ഇപ്പോൾ ജിപ്മറിൽ പോവുകയാണെങ്കിൽ, ഇപ്പോൾ കോഴിക്കോടാണ് നിങ്ങളുടെ വീട്, ജിപ്മർ പോകണം അത്ര എളുപ്പമല്ല. കാരണം ജിപ്മറിലേക്ക് ഡയറക്റ്റ് എന്തില്ല, റെയിൽവേ സ്റ്റേഷനൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊരു സ്റ്റേഷനിൽ ഇറങ്ങി പിന്നീട് ഓട്ടോ പിടിച്ച് പോകണം. ഇപ്പോൾ രാവിലെയാണ് എത്തുന്നതെങ്കിൽ ഓട്ടോക്കാർ നല്ല കൂടുതൽ പൈസ മേടിക്കും, അത്ര എളുപ്പം ഉണ്ടാവില്ല. റാപ്പിഡോ ബൈക്ക് പിടിച്ച് പോവാം. അതേപോലെ തന്നെ ഇപ്പോൾ ഡൽഹി ആണെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഡൽഹിൻ്റെ ട്രെയിൻ, മെട്രോ, ഫ്ലൈറ്റ് എന്നൊക്കെ പറയുന്ന എല്ലാം അതിൻ്റെ അടുത്തെത്തുന്നതാണ്, വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാപ്പിൽ കാണുന്ന പോലെ ആയിരിക്കില്ല പലതും. പല എയിംസും ആണെങ്കിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടാവില്ല, നിങ്ങൾ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തിട്ട് പോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അതുകൂടി കൈകാര്യം ചെയ്യണം. നിങ്ങളുടെ മാത്തിൽ നിങ്ങൾക്ക് എത്ര പൈസ വരും, നിങ്ങൾ മാസത്തിൽ എത്ര തവണ വീട്ടിൽ പോകും, എത്ര ഫ്ലൈറ്റ് ചാർജ് ആവും, എത്ര നേരം നിങ്ങൾ ലേ ഓവർ നിങ്ങൾ എയർപോർട്ടിൽ ഇരിക്കേണ്ടി വരും, അതുകൂടിയൊക്കെ അന്വേഷിക്കണം. അല്ലാതെ വെറുതെ ഒരു ഗൂഗിൾ മാപ്പിൽ ഡിസ്റ്റൻസ് മാത്രം വെച്ച് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കോളേജിനെ തിരഞ്ഞെടുക്കാൻ പാടില്ല. കാരണം അടുത്ത 5-5.5 വർഷം 6 വർഷം നിങ്ങൾ പോകേണ്ട, യാത്ര ചെയ്യേണ്ട ഇടമാണ്. അപ്പോൾ അതൊരു സ്മൂത്ത് റൈഡ് ആയിരിക്കണം, അതുകൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കുക. എന്ത് തീരുമാനം എടുത്താലും ഫോവിയ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങളുടെ യാത്ര എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. നിങ്ങളിപ്പോൾ നീറ്റ് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്യാം.